അസ്സലാമു അലൈക്കും. ഞാനിന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള പണികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒത്തിരി പണികളുണ്ട്. ഉപ്പുമാവ് വെച്ചിട്ടുണ്ട്. രാവിലെ വേറെ ഒന്നിനും കഴിയാഞ്ഞിട്ട് ഉപ്പുമാവ് കേട്ടോ വെച്ചത്. ഗോതമ്പത്തിൻ്റെ നുറുക്ക് വെച്ചിട്ട് ക്യാരറ്റ് ഇട്ടിട്ട് ഉപ്പുമാവ് വെച്ചതാണ്. ഉപ്പുമാവ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒത്തിരി തവണ ഇട്ടിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? പിന്നെ പുഴുക്കുണ്ടാക്കണം, ചീരയിലേൻ്റെ തോരൻ ഉണ്ടാക്കണം, അങ്ങനെ ഓരോ പണിയിലാണ്. ഇത് പുഴുക്കുണ്ടാക്കുക കേട്ടോ. പച്ചക്കായും ചേനയും കപ്പയും മൂന്നും കൂടി ഇട്ടിട്ട് മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ച് കൂട്ടിട്ട്, എന്നിട്ട് തേങ്ങയിൽ 2 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും ശേഷം പെരിഞ്ചീരകവും ഇട്ട് നല്ലപോലെ അരച്ച് നമുക്ക് പുഴുക്കിലേക്ക് ഒഴിക്കാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ലായിരുന്നു, അപ്പം മുളകും പൊടി ഇട്ടതാണ്. പച്ചമുളക് ഇടാൻ മറന്നുപോയി. എല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം കൂടരുത് കേട്ടോ. കപ്പ ഇടുമ്പോൾ കപ്പ ഒന്ന് പതപ്പിച്ച് ഊറ്റിയിട്ടാട്ടോ ഇടാവൂ. വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കിപ്പോൾ 2-3 ദിവസമായിട്ടോ മഴ തീരെ ഇല്ല. വേറെന്തൊക്കെയാ? പുഴുക്കിലേക്ക് ഞാൻ താളിച്ച് വയ്ക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലെല്ലാം ഇട്ട് താളിച്ച് വെച്ചു. എല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോ ഇടാറുണ്ട്. ഇന്ന് എൻ്റെ ഒരു ഡെയിലി ബ്ലോഗ് ആക്കിയിട്ട് ഞാൻ എടുത്തതാണ്. ഇത് ചീരയില തോരൻ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാനിത് ഒന്നായിട്ട് കഴുകി നല്ലപോലെ വെള്ളം ഊറ്റാൻ വെക്കും. എന്നിട്ട് കട്ട് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അപ്പം നമുക്ക് കറി വെക്കുന്നേരം എളുപ്പമാണല്ലോ. ഇത് ചീരേൻ്റെ തോരൻ വെക്കുക കേട്ടോ. എഗ്ഗ് വെച്ചിട്ടാണ് തോരൻ വയ്ക്കുന്നത്. വെളിച്ചെണ്ണയും അല്പം കടുകും ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചീരയിലയും ഉള്ളിയും പച്ചമുളകും അല്പം മഞ്ഞളും എല്ലാം കൂടി കൂട്ടിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വെച്ചിട്ടല്ല കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. ചീരയിലയിൽ മുട്ട ഉടച്ച് വെച്ചിട്ട് തോരനാക്കി വെക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ ചീരയില കൂടുതലായിട്ട് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. കഴുകി വൃത്തിയാക്കി നല്ലോണം കട്ട് ചെയ്ത് വെള്ളമെല്ലാം പോയിട്ട് ബോക്സിലാക്കി വെച്ച എല്ലാ വെജിറ്റബിൾസും അങ്ങനെ ചെയ്ത് വെക്കുമ്പം കുട്ടികളെല്ലാം സ്കൂൾ പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാമല്ലോ. ഇനി അതിലേക്ക് അത് നല്ലപോലെ വാടി വന്നതിന് ശേഷം ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 മുട്ട ചേർത്തിട്ടുണ്ട്. ഇന്ന് മീനില്ല കേട്ടോ, വെജിറ്റബിളാണ്. ഈ മുട്ടത്തോരന് അതൊക്കെ തന്നെയാണ് ഉള്ളൂ. മല്ലിയില എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൽ ഇനി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കടുക് ഇട്ട് പൊട്ടിക്കുക. രണ്ട് വല്യുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഒരു 4 തക്കാളി നല്ലോണം ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അത് ചോപ്പ് ചെയ്ത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാം കൂടെ നല്ലോണം വഴറ്റി കൊടുക്കണം. ഈ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ തക്കാളി ചട്നി.
പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇത് വേണം, വാളംപുളി വേണം കേട്ടോ. അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, പുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം മാളിക്കുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ആ മസാലയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർക്കുക. എന്നിട്ട് വാളംപുളി ഒഴിക്കുക, വറ്റിച്ചെടുക്കുക. എല്ലാം റെഡിയായിട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാനില്ല. എൻ്റെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള പണിയാണിത്.